അട്ടപ്പാടിയിൽ നിന്നും തുടങ്ങുകയാണ് പാലക്കാട് ലോക്സഭാ മണ്ഡലത്തിലെ കാഴ്ചകൾ തേടി നാടറിഞ്ഞ് നാട്ടാരെ അറിഞ്ഞ് ഒരു ഇലക്ഷൻ യാത്ര. സ്ഥാനാർത്ഥികളെ കുറിച്ച് എന്താ അഭിപ്രായം? സ്ഥാനാർത്ഥികളെ കുറിച്ച് എന്താ അഭിപ്രായം? ആരെങ്കിലും ജയിച്ചിട്ട് നമ്മുടെ ഒരു വോട്ട് കൊടുക്കണം, അത്രേ ഉള്ളൂ. അത് നമ്മളുടെ മനസ്സറിഞ്ഞ് നമ്മൾ ഏത് കൊടുക്കുന്നത്. അതിൽ ഇവിടുത്തെ ആളുകളുടെ ജീവിതമൊക്കെ എങ്ങനെയാണ്? ജീവിതം എന്നാന്ന് വെച്ചാൽ നമ്മൾ സാധാരണ പോകുന്ന അങ്ങനെ കൂലിപ്പണി കാര്യങ്ങളായിട്ട് കഷ്ടപ്പെട്ടും ബുദ്ധിമുട്ടിയായിട്ട് അങ്ങനെ ജീവിക്കുന്നു. ഇതൊരു തെരഞ്ഞെടുപ്പ് കാലം കൂടിയാണല്ലോ. തെരഞ്ഞെടുപ്പ് കാലത്ത് എന്തൊക്കെയാ ചർച്ച ചെയ്യപ്പെടുന്ന ചർച്ചകൾ? ഇവിടെ രാഷ്ട്രീയമില്ല, ആർക്കും അങ്ങനെ ഒരു പ്രത്യേക ഒരു രാഷ്ട്രീയമുള്ള ആൾക്കാർ ഇവിടെ ഇല്ല. എങ്കിലുമൊക്കെ ഉള്ളതിന് ഒരു രാഷ്ട്രീയക്കാർ വന്നിട്ട് ഇവിടെ ആരെയും ഒരു സഹായിക്കാനോ അങ്ങനെയുള്ളൊരു ഇതിലല്ല നിൽക്കുന്നത്. ഭക്ഷണം മോഷ്ടിച്ചു എന്നാരോപിച്ച അരുങ്കൊല ചെയ്യപ്പെട്ട മധുവിന്റെ വീട്ടിലേക്കാണ് നമ്മൾ ആദ്യം പോകുന്നത്. ഇവിടെ നിന്നും അങ്ങോട്ടുള്ള യാത്ര ജീപ്പിലാണ്. അങ്ങനെ നമ്മൾ ചിണ്ടേക്ക് എന്ന് പറഞ്ഞ സ്ഥലത്ത് എത്തിയിരിക്കുകയാണ്. ഇവിടെ അങ്ങോട്ട് നടക്കാനുള്ള വഴിയാണ്. നടക്കാം. ഇവിടെ ഉള്ളവരൊക്കെ ജീവിതാവസ്ഥ എന്താ? ഇവർ ശരിക്കും പറഞ്ഞാൽ ഇവിടുത്തെ ഫാം ആയിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിലാണ് അധികവും ഉപജീവനമാർഗമായിട്ട് ചെയ്യുന്നത്. ഈ പ്രധാന ആദിവാസി മേഖല കൂടിയാണുള്ളത്. അതെ. ഈ മേഖലയിൽ എന്തൊക്കെ വിഷയങ്ങളാണ് പ്രധാനമായും ചർച്ച ചെയ്യപ്പെടാനുള്ള സാധ്യത? മെയിനായിട്ട് ചർച്ച ചെയ്യപ്പെടേണ്ട ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന്, ഇവിടെ കാർഷിക മേഖലയിലേക്ക് ഉള്ള വികസനത്തിന് വേണ്ടിയിട്ടുള്ള ചില കാര്യങ്ങൾ ഇപ്പം സർക്കാർ ചെയ്യുന്നുണ്ടെങ്കിൽ അത് എല്ലാ കുടുംബങ്ങളിലേക്കും എല്ലാ ഊരുകളിലേക്കും എത്തപ്പെട്ടിട്ടില്ല. ഇവിടെ നിയമപ്രകാരം നമുക്ക് കിട്ടേണ്ട FRA പ്രകാരം കിട്ടേണ്ട ഭൂമി കിട്ടാനുണ്ട്. അപ്പോൾ അതിൽ നടപടി കൃത്യമായിട്ട് ഉണ്ടാകണം. പോഷകരക്കുറവ് അല്ലെങ്കിൽ ശിശുമരണം ഇവിടെ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ ഇതെല്ലാം ഈ ശിശുമരണം അല്ലെങ്കിൽ ഇങ്ങനെ അവരുടെ പോഷക ശോഷണം എല്ലാം ഉണ്ടാകുന്നത് അവരുടെ ഭൂമിയായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ്. അത് ഒരു കമ്മ്യൂണിറ്റി കിച്ചൺ വഴി അവർക്ക് കഞ്ഞി കൊടുത്തിട്ട് അതിനെ നേരാക്കാനൊന്നും അതുകൊണ്ടൊന്നും പറ്റില്ല. ഇവിടെ ഇടയ്ക്ക് വരുന്നത് ഈ മാവോയിസ്റ്റ് ഇഷ്യൂസാണ്. മാവോയിസ്റ്റുകൾ വരുന്നത് അത് ആദിവാസികളെ ശരിക്കും ബാധിക്കുന്നുണ്ട്. തോക്കെടുത്ത് നടന്നുകൊണ്ടോ അല്ലെങ്കിൽ അങ്ങനെ നടന്നുകൊണ്ടൊന്നും ഒരു സമൂഹത്തെ രക്ഷപ്പെടുത്താൻ പറ്റില്ല, ഒരു രാജ്യത്തെ രക്ഷപ്പെടുത്താൻ കഴിയില്ല. നമുക്ക് വേണ്ടത് നമ്മുടെ ഇന്ത്യൻ ഭരണഘടന അനുസരിച്ച് നമുക്ക് ജീവിക്കാനുള്ള ഒരു സ്വതന്ത്രമായിട്ട് ജീവിക്കാനുള്ള അവസ്ഥയാണ് ഇവിടെ ഉണ്ടാകേണ്ടത്. ഡൽഹിയിലാണ് നമ്മൾ എത്തിയിട്ടുള്ളത്. മധുവിന്റെ വീട്ടിലേക്കുള്ള വഴി ഇതാണ്. ആദിവാസി ആയതുകൊണ്ടാണ് അവരുടെ കുട്ടികളെ വീട്ടുകാർ വെട്ടിരിക്കും. വീട്ടുകാർ വെട്ടിട്ടുണ്ടാവും. ഞങ്ങളുടെ ആൾക്കാരെ വീട്ടുകാർ വെട്ടില്ല. ഞങ്ങൾ കുറ്റം ചെയ്യുന്ന ആൾക്കാരനെ അയ്യോ പാവം അങ്ങനെയാണ് ഞങ്ങൾ പറയുള്ളൂ. ഇവറ്റിന് പോലെ വീട്ടുകാരോ ഒരു മനുഷ്യനെ വെട്ടി തപ്പി ചതത്ത് കൊല്ലാനൊന്നും ഞങ്ങൾ ചെയ്യുകയില്ല. ആദിവാസി ചെയ്യുകയില്ല. എന്താ അവറ്റക്ക് അങ്ങനെയുള്ള മനസ്സ് വന്നോ എന്നിട്ട് ഞങ്ങൾക്കൊന്നും അറിഞ്ഞില്ല. ഫോറസ്റ്റുകാർക്ക് എല്ലാവർക്കും അറിയാം. അവരൊക്കെ ഒഞ്ഞു മാറ്റി ഞങ്ങളുടെ കുട്ടികൾ തന്നെ ഇവറ്റുണ്ടായിരുന്നു എന്നിട്ട് എന്താ അവറ്റന്നെ അങ്ങനെ പറഞ്ഞു. ഞങ്ങളുടെ കുട്ടികളൊന്നും അങ്ങനെ ചെയ്യില്ല. അവന് പിടിച്ച് മാറ്റിട്ടുണ്ടാവും ഞങ്ങളുടെ കുട്ടികൾക്ക് തന്നെ. കാരണം ഞങ്ങളുടെ ആൾക്കാർ അങ്ങനെ ചെയ്യുന്നത് കാണുമ്പോൾ പെട്ടെന്ന് അവർ കയറി ചെന്ന് ചോദിക്കുന്നു പറഞ്ഞതുകൊണ്ട് അവർ വളഞ്ഞു നിൽക്കണേ. അത്ര അവിടെ മുക്കാലി വെച്ച് എല്ലാരും വളഞ്ഞ് ആര് കയറി ചെല്ലാൻ നോക്കിയാലും അവരൊന്നും സമ്മതിക്കുന്നില്ല അതിനകത്തേക്ക് കയറാൻ. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇവിടെ ഞങ്ങളുടെ അടുത്തുള്ള ഒരാൾ, അപ്പോൾ അയാളും അതൊന്നും പറ്റില്ല എന്ന് പറഞ്ഞ് തള്ളിക്കേറി ചെന്നിട്ടാണ് ഇങ്ങനെ ചോദിച്ചത് ചായ വേണോന്നൊക്കെ ചോദിച്ചു. അപ്പൊ ചായ വേണോന്ന് ചോദിച്ചപ്പം എനിക്ക് ചായ ഒന്നും വേണ്ട അങ്ങനെ പറഞ്ഞു. എന്തേലും കഴിക്കുന്നുണ്ടോ, പഴം എന്തേലും മേടിച്ചു തരണോന്നൊക്കെ ചോദിച്ചു. ഒന്നും വേണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെയൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ആ സമയത്താണെന്ന് തോന്നുന്നു
മറ്റേ ഇവിടെ പാക്കുളത്തുള്ള ഒരു ഹുസൈൻ എന്ന് പറഞ്ഞ ആള് ഈ കാറിലൊക്കെ വന്നിട്ട് ഇവിടെ അവിടെ വന്ന് ഇറങ്ങിയ ഉടനെ ഓടി വന്നിട്ട് ചവിട്ടാ ചെയ്തത്. സർക്കാരിന്റെ ഭാഗത്ത് എന്തെങ്കിലും സഹായങ്ങൾ കാര്യമായിട്ട് സഹായിച്ചിട്ടുണ്ടോ സർക്കാർ? വീടിന്റെയോ റോഡിന്റെയോ വെള്ളത്തിന്റെയോ കുടിവെള്ളം, റോഡ്, അതുപോലെ വീടിന്റെ കാര്യമാണെങ്കിലും ഒന്നും ഒരു സൗകര്യം ഇതുവരെ അന്ന് പറഞ്ഞു പോയെന്നേ ഉള്ളൂ. ഇതുവരെയും ഒരു ഇതും ചെയ്തിട്ടില്ല. വോട്ട് ചോദിച്ചിട്ട് ഇപ്പൊ രാഷ്ട്രീയ നേതാക്കളൊക്കെ വരേണ്ട ഒരു സമയമല്ലേ, ഇലക്ഷൻ കാലം വരുന്നതായിരിക്കാം. അവരോട് നിങ്ങൾക്ക് പറയാനുള്ളത് എന്താ? ഞങ്ങൾക്ക് എന്താ പറയാ, ഞങ്ങൾക്ക് ഒന്നും പറയാനൊന്നുമില്ല. ഞങ്ങൾ ഇപ്രാവശ്യം എന്തായാലും വോട്ട് ബഹിഷ്കരിക്കാൻ തന്നെ ഒരു സൗകര്യം ചെയ്യുന്നില്ല. പിന്നെ എന്തിനാ നമ്മൾ വോട്ടിട്ട് കൊടുക്കേണ്ട ആവശ്യം? മധുവിന്റെ വീട്ടിൽ നിന്നും ഇറങ്ങുകയാണ്. അട്ടപ്പാടിയുടെ മറ്റ് മേഖലകളിലേക്കാണ് ഇനി യാത്ര. കുടിവെള്ളം അത്ര അടിസ്ഥാന കാര്യങ്ങൾ പരിഹരിക്കാനുള്ള എന്തെങ്കിലും ഇടപെടൽ? നാച്ചുറൽ സോഴ്സിലൂടെ ഈ നമ്മൾ ഭവാനി പുഴയെന്ന് ഈ മോട്ടറൊന്നും ഇല്ലാതെ ഈ ഏതാണ്ട് മുക്കാലി കക്കുപ്പടി വരേക്ക് വിതരണം ചെയ്യാവുന്ന രീതിയിലൊരു പദ്ധതിയാണ് ചെയ്യണത്. ഇപ്പോൾ അതിൻ്റെ പകുതി പണി പൂർത്തിയായി. ഉടൻ പൂർത്തിയാവും. ഗംഭീരമാവട്ടെ പ്രചരണം. ഇലക്ഷൻ കാലൊക്കെ അല്ലേ, ഇലക്ഷൻ കാലത്ത് എന്താ നിങ്ങൾ ഈ രാഷ്ട്രീയക്കാരോട് ആവശ്യപ്പെടുന്ന പ്രധാനപ്പെട്ട സാധനം? നമ്മുടെ അട്ടപ്പാടിയിലെ മാത്രമല്ല കേരളത്തിലെ എല്ലാ ഒട്ടും വികസന പ്രവർത്തനമാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. ഇവിടെ ആരാ ജയിക്കാൻ സാധ്യത? അത് ഒട്ടും എനിക്കിപ്പോ എനിക്ക് പറയാൻ പറ്റില്ല. നമുക്ക് കാണാം. എന്താ വോട്ട് ചോദിക്കാൻ വരണവരോട് നമുക്ക് പറയാനുള്ളത്? രാവിലേക്ക് വോട്ട് ചോദിക്കാൻ പറഞ്ഞാൽ പറയൂ. ഞാനെന്ന് പറഞ്ഞു വോട്ട് നിങ്ങൾ തോന്നുന്നത് പറഞ്ഞാൽ എൻ്റെ മുറ്റത്ത് നിങ്ങൾ വിത്താക്കിന് പറഞ്ഞാൽ എനിക്ക് ഓടിച്ചാൽ പറയും. അത് ഏത് പാർട്ടി ആട്ടെ, കോൺഗ്രസ് ആട്ടെ, കമ്മ്യൂണിസ്റ്റ് ആട്ടെ, BJP ആട്ടെ, ഏമാര് ആറ് വന്നാട്ടെ, എൻ്റെ മുറ്റത്ത് നമ്മുടെ മുറ്റ മൊത്തം ഊർ മുറ്റ നിങ്ങൾ ശുദ്ധി ചെയ്യണം. അതിനാ പറയുമോ? ഇലക്ഷൻ കാലൊക്കെ ആയാലോ, ഇലക്ഷൻ കാലത്തൊക്കെ രാഷ്ട്രീയക്കാരൊക്കെ വരുന്നൊരു സമയം കൂടിയാണ്. അത് ഞാൻ എൻ്റെ വീട്ടിൽ വരണ്ടെന്ന് പറയും. ആര് വന്നാലും ചെയ്യും. എനിക്ക് എൻ്റെ വോട്ടിന് എനിക്ക് അവകാശമാണ്. അത് എനിക്ക് ആർക്ക് ചെയ്യണമെന്നുള്ള താല്പര്യം എനിക്കുണ്ട്. എൻ്റെ വീട്ടിലിപ്പോൾ നിങ്ങൾ വന്നിട്ട് വോട്ട് ചോദിച്ചാൽ ഞാൻ സമ്മതിക്കില്ല. ഇപ്പം എൻ്റെ വീട്ടിൽ ഇത്ര വോട്ടുണ്ട്. ആ വോട്ട് ഞാൻ തന്നെ വിചാരിക്കണം, ഞാൻ തന്നെ ചെയ്യണം. എനിക്ക് അവകാശം ഉണ്ടല്ലോ ചെയ്യാൻ, ഇല്ലേ? അത് ഞാൻ തന്നെ, അതിന് ആദ്യം സപ്പോർട്ട് വേണ്ട. നമ്മളിങ്ങനെ ഉയരത്തിരിക്കും, പണി എന്തെങ്കിലും കിട്ടിയാൽ പോവും. വൈകുന്നേരം വീട്ടിൽ പോകുമ്പോൾ ഒരു ബിസ്ക്കറ്റ് പാക്കറ്റ് ഇങ്ങനെ വാങ്ങിട്ട് പോകും. അതിനെ പോലെ പറ്റാത്ത അവസ്ഥയിലാണ് ഞങ്ങളിങ്ങനെ ഇരിക്കുന്ന. ഉള്ളിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ പാവങ്ങൾ ജനങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞാൽ കണക്കൂടി വെള്ളം വരും. അമ്മാരി അവസ്ഥയാണ്. ഇനിയും ഈ രാഷ്ട്രീയക്കാരാട്ടെ ഏത് നേതാക്കന്മാർ ഉള്ളേരിയയിലൊക്കെ ചെല്ലില്ല. അവർ പുറത്തുനിന്ന് സ്റ്റേജിലൊക്കെ പ്രസംഗിക്കും. ആദിവാസികൾക്ക് ഇത്ര ഫണ്ട് വന്നിട്ടുണ്ട്, ഇത്ര വിനിയോഗിച്ചിട്ടുണ്ട്, ഇത്ര കൊടുത്തിട്ടുണ്ടെന്നൊക്കെ പറയുന്നില്ലാതെ ഉള്ളിൽ ചെന്ന് നോക്കിയാൽ ആളുകൾ എത്ര കൊടുത്തിട്ടുണ്ട്, എത്ര എത്തിയിട്ടുണ്ടെന്നുള്ളത്. ഈ വിധത്തിലുള്ള അമർഷവും അട്ടപ്പാടിയിൽ പുകയുന്നുണ്ട്. ഫണ്ടുകളുടെ വിനിയോഗം ഫലപ്രദമായി നടക്കുന്നില്ല എന്നുള്ള പരാതിയാണ് ഇവർ ഉന്നയിക്കുന്നത്. അട്ടപ്പാടിയിലെത്തുമ്പോൾ 2 തരം വനം നമുക്ക് കാണാൻ കഴിയും. ഒരു ഭാഗത്ത് നിത്യഹരിത വനം, അത് സൈലന്റ് വാലി ഉൾപ്പെടെയുള്ള മേഖലയിലാണ് ഇത്തരത്തിൽ നിത്യഹരിത വനമുള്ളത്. ഇതിന്റെ മറുഭാഗത്ത് മഴനിഴൽ പ്രദേശമാണ്. വലിയ അളവിലുള്ള വരൾച്ചയാണ് ഈ മേഖലയിൽ അനുഭവപ്പെടുന്നത്. ഞാനിപ്പോൾ ഷോളയോർ പഞ്ചായത്തിലെ കള്ളക്കര എന്ന് പറയുന്ന ഒരു ആദിവാസി മേഖലയിലാണ് എത്തിയിട്ടുള്ളത്. ഇവിടെ ഊരിൽ കുറെ പേരുണ്ട്. കുറെ പേര് ഭയങ്കര ചൂടാണ്. കുറെ പേര് ക്യാരംസ് ഒക്കെ കളിക്കുന്നുണ്ട്.
എന്തൊക്കെയാണ് പ്രധാനമായിട്ട് ഈ ചർച്ച ചെയ്യപ്പെടുന്നത്? നോട്ട് നിരോധനം അങ്ങനത്തെ വിഷയങ്ങൾ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. ആദിവാസി മേഖലയത് കൊണ്ട് എല്ലാം ഉണ്ട്, പക്ഷെ അറിയാം. പക്ഷെ കൂടുതലും നോട്ട് നിരോധനത്തോടു കൂടി ബാധിച്ചത് ആദിവാസികളെയാണ്. അവരാണ് ബാങ്കിൽ പോയിട്ട് പിയൊക്കെ നിന്നൊരു അവസ്ഥ നമ്മൾ നേരത്തെ കണ്ടതാണ്. അങ്ങനെ ഒരു അവസ്ഥയിലാണ് ദുരിതം കൂടുതലും ഏറ്റതും ആദിവാസി മേഖലയിലുള്ള പാവപ്പെട്ട പാർശ്വവൽക്കരിക്കപ്പെട്ട വിഭാഗങ്ങൾ തന്നെയാണ് ഇതിനകത്ത്. അവർ നമുക്ക് വേണ്ടി സംഗീതം അവതരിപ്പിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ആദിവാസി തനത് സംഗീതം അവതരിപ്പിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതിനുവേണ്ടി കാത്തു നിൽക്കുകയാണ്. മച്ചാ തില്ലേലേലേലോ തില്ലേലേലേല മച്ചാ തില്ലേലേലേലോ തില്ലേലേല മച്ചാ തില്ലേലേലേലോ തില്ലേലേല മച്ചാ തില്ലേലേലേലോ പാവപ്പെട്ട മക്കൾക്ക് തില്ലേലേലേലോ കുരേമ കെട്ടുകാരോ തില്ലേലേലേലോ പാവപ്പെട്ട മക്കൾക്ക് തില്ലേലേലേലോ കുരേമ കെട്ടുകാരോ തില്ലേലേലേലോ കിട്ടുന്ന വികസനങ്ങളെ കുറിച്ചാണ് ഈ പാട്ട്. അത് പണ്ട് കാലത്തിലുള്ള പാട്ടാണ്. അപ്പം ഞങ്ങൾ അതിൽ 1-2 വാക്കുകൾ പറഞ്ഞിട്ടുള്ളൂ. വികസനം എങ്ങനെയുണ്ട് ഈ മേഖലയിൽ? വികസനം കുഴപ്പമില്ല, പക്ഷെ ഇനി കിട്ടാനുണ്ട്. കുറേ ആൾക്കാർക്ക് കാട്ടിൻ്റെ ഉള്ളിലൊക്കെ വരുന്ന ആൾക്കാർക്ക് കിട്ടുന്നില്ല, സാധനം എത്തിക്കുന്നില്ല. അതാണ് പ്രശ്നം. പിന്നെ ഈ റോഡ് സൈഡ് ഉള്ളവർക്ക് ഏകദേശം എന്ന് പറയാം, ഫുള്ളൊന്നും ഞങ്ങൾ പറയില്ല. ഏതായാലും ഞങ്ങളുടെ പേര് പറഞ്ഞിട്ട് കുറേ ആൾക്കാർ വെട്ടിച്ചെടുക്കുകയാണ്. തെരഞ്ഞെടുപ്പ് കാലത്ത് എന്താവും? അല്ല, നമുക്ക് തിരഞ്ഞെടുപ്പെന്ന് വെച്ചാൽ വികസനങ്ങൾ ആരധികം കൊണ്ടുവരുന്നുണ്ടോ അവർക്ക് ഞങ്ങൾ വോട്ട് ചെയ്യുള്ളൂ. തൊഴിലുറപ്പ് മാത്രമേ ഉള്ളൂ ഇപ്പോൾ നമ്മുടെ സാഹചര്യത്തിൽ ഉള്ളത്, ഒരു ആശ്വാസമുള്ളത്. വേറെ പദ്ധതിയില്ല. തൊഴിലുകൾ ആ തൊഴിലിന്റെ പൈസ കൃത്യമായിട്ട് കിട്ടുന്നുണ്ട് അവിടെ എല്ലാവർക്കും. കുറച്ച് അത് 2 മാസം 3 മാസമൊക്കെ ആകുന്നുണ്ട്. തൊഴിലിന്റെ പൈസ ഒക്കെ കിട്ടുന്നത് ഭയങ്കര ലേറ്റായിട്ട് കിട്ടുന്നത്. തമിഴ്നാട്ടിൽ കൊടുക്കണ പോലെ മാസം 2 ആഴ്ചത്തിലൊരിക്കൽ കിട്ടുവാണെങ്കിൽ ഞങ്ങൾക്ക് അത് വളരെ സുഖമാണ്. ആയിക്കോട്ടെ. പേരെന്താ? വീരമ്മ. എന്താ? വീരമ്മ. ഗംഭീര പേരാണല്ലോ, വീരമ്മ. നല്ല പേരാണ്. എന്താ വിശേഷങ്ങള്? എത്ര വയസ്സായി? എനിക്ക് വയസ്സ് കണക്കില്ല, ശരിയല്ല സാറേ. കണക്കൊന്നുമില്ല. ഇപ്പോഴും കൂലിപ്പണി ചെയ്യുന്നുണ്ട്? ഇപ്പം കൂലിപ്പണി ഇപ്പോഴും അധ്വാനിക്കുന്നുണ്ട്. അതല്ലേ? നല്ല ഈ ഗ്രാമത്തിൽ നിന്നും മടങ്ങുകയാണ്. ഇനി ആനക്കട്ടി വഴിയാണ് യാത്ര. തമിഴ്നാട്ടിലൂടെ കയറി വാളയാറിൽ നിന്നും പാലക്കാട്. അകളിൽ നിന്നും ആനക്കട്ടിയിൽ എത്തിയിരിക്കുന്നു. ഇതിനപ്പുറം, ഈ പാലത്തിനപ്പുറം തമിഴ്നാടാണ്. ഇനി തമിഴ്നാട്ടിലൂടെ കടന്നു വേണം നമുക്ക് വാളയാറിലെത്താൻ. യാത്ര തുടരുകയാണ്. കോയമ്പത്തൂർ ലോക്സഭാ മണ്ഡലത്തിന്റെ ഭാഗമായ പ്രദേശങ്ങളിലൂടെയാണ് നമ്മൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത്. പൂർണ്ണമായും വനത്തിലൂടെയാണ് ഇപ്പോൾ നമ്മുടെ യാത്ര. GSTക്ക് ശേഷമുള്ള വാളയാർ ഇങ്ങനെയാണ്. വളരെ വിജനമായി തന്നെ കിടക്കുന്നു. നിരവധി ലോറികളുടെ നിരയായിരുന്നു നേരത്തെ ഇവിടെയെങ്കിൽ ഇപ്പോൾ സ്ഥിതി അങ്ങനെയല്ല. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ കച്ചവടക്കാർക്കും വലിയ അളവിലുള്ള ബുദ്ധിമുട്ടാണ് നേരിടുന്നത്. GST വന്നതിന് ശേഷം എന്താ സ്ഥിതി ഇവിടെ? GST വന്നതിനപ്പുറം ഇവിടെ എന്താ സ്ഥിതിന് വണ്ടിയിൽ എല്ലാ ജോലികളൊക്കെ കുറവാണ്. ജോലികളൊക്കെ ഏറ്റവും കുറവാണ് ഇപ്പോൾ. ഇലക്ഷൻ കാലൊക്കെയല്ലോ. ഇലക്ഷൻ കാലത്ത് എന്തൊക്കെയാ ഇവിടെ ചർച്ച? ഇലക്ഷൻ പോലത്തിന് അവരുടെ വർക്കും നടന്നുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ അതിന് കുഴപ്പമൊന്നുമില്ല. ഏതൊന്നും പറയാൻ പറ്റില്ല. അത് നാട്ടുകാരുടെ കയ്യിലാണ്. പാലക്കാട് സ്ഥിതി പറഞ്ഞപ്പോൾ ഏതും പറയാൻ പറ്റില്ല. ഇപ്പോൾ വാളയാറിൽ നിന്നും പാലക്കാട് ലോക്സഭാ മണ്ഡലത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്കാണ് നമ്മൾ യാത്ര തുടരുന്നത്. ഇലക്ഷൻ യാത്ര എത്തി നിൽക്കുന്നത് കൽപ്പാത്തി ഗ്രാമത്തിലാണ്. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തമിഴ്നാട്ടിൽ നിന്നും കുടിയേറി പാർത്ത ബ്രാഹ്മണരുടെ പിന്മുറക്കാരാണ് ഇവിടെയുള്ളത്.
തങ്കസൂര്യോദയം സൂര്യോദയം പാലക്കാടിനെ സംബന്ധിച്ച് പറയുമ്പോൾ ഒരു നഗരം കേന്ദ്രീകരിച്ച് ശക്തമായ രീതിയിൽ BJP സാന്നിധ്യമുണ്ട്. നഗരസഭ ഭരിക്കുന്നത് BJP സാന്നിധ്യമാണ്. ആ BJPയോടൊരു അനുഭവപൂർവ്വമായിട്ടുള്ള നിലപാട് ബ്രാഹ്മണ സഭയ്ക്കുണ്ടോ? നമുക്ക് 100% നമ്മൾ ആരായിട്ടുമില്ല. നമ്മളുടെ മനസ്സ് ബ്രാഹ്മണൻ സഹായിക്കുന്നവരെ സഹായിക്കുക എന്നുള്ളത് അത് കൃത്യമായൊരു നിലപാട് തന്നെയാണ്. അതിൽ കോൺഗ്രസ് ആയിട്ടും CPM ആയിട്ടോ BJP ആയിട്ടോ എന്നുള്ളതല്ലാതെ ബ്രാഹ്മണരെ സഹായിക്കുന്നവർ, വിശ്വാസത്തെ രക്ഷിക്കുന്നവരെ കൂടെ നിൽക്കുക. എന്തൊക്കെയാ പ്രതീക്ഷകളെന്ന് പറഞ്ഞാൽ നമുക്കിപ്പോൾ പാലക്കാടിൻ്റെ വികസനം എന്ന് പറയുന്നതൊന്നും പാലക്കാടിന് പ്രത്യേകിച്ച് ഇതുവരെ ഒന്നും കിട്ടിയിട്ടില്ല. ഈ ഹെറിറ്റേജ് വില്ലേജ് ഡിക്ലെയർ ചെയ്തുകൊണ്ട് ഇവിടുത്തെ പുരാതന വീടുകളുടെ പുനർനിർമ്മാണത്തിന് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കുന്നു. അതിന് ഇടതും വലതും വന്നിട്ട് ഇതുവരെ യാതൊരു ആക്ഷനും എടുത്തിട്ടില്ല. സാമുദായിക സമവാക്യങ്ങൾ നിർണായകമാണ് പാലക്കാട് മണ്ഡലത്തിൽ. വിശ്വാസവും ഭരണഘടനയുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ ഈ തെരഞ്ഞെടുപ്പിൽ വളരെ സജീവമായി തന്നെ പാലക്കാട് ഉയരുന്നുണ്ട്. പാലക്കാടിനെ അടയാളപ്പെടുത്തുന്നതിൽ മലമ്പുഴയ്ക്ക് നിർണായകമായ പങ്കുണ്ട്. മലമ്പുഴ അണക്കെട്ടും അതോടൊപ്പം തന്നെ ഉദ്യാനവുമാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട കാഴ്ചകൾ. കൽപ്പാത്തി പുഴയ്ക്ക് കുറുകെയാണ് ഈ അണക്കെട്ട് സ്ഥിതി ചെയ്യുന്നത്. നമസ്കാരമുണ്ട്. ഇപ്പോൾ ഇലക്ഷനെ പറ്റി പറയുകയാണെങ്കിൽ ഏറ്റവും ദുരിതം അനുഭവിക്കുന്ന ടാക്സി ഡ്രൈവർമാരാണ്. എന്ന് വെച്ചാൽ ഇലക്ഷന് 60% ടാക്സി ഡ്രൈവർമാർക്ക് വോട്ട് ചെയ്യാൻ പറ്റില്ല. മൂത്രമൊഴിക്കാൻ സ്ഥലമില്ല. ഒരു പരിഗണനയില്ലല്ലോ. വികസന മണ്ഡലമാണ്, സംഭവം ശരിയാണ്. വേണ്ടെന്ന കാര്യം എന്തെങ്കിലും നല്ല കാര്യങ്ങൾ ചെയ്യണ്ടേ? വർഷങ്ങളായിട്ട് LDF മണ്ഡലമാണ്. പുരോഗമനം ചോദിച്ചാൽ വലിയ പുരോഗമനമൊന്നും കാണാനില്ല. അതായിട്ടൊന്നുമില്ല. പൈസ ഇറക്കിയിട്ട് കോടിക്കണക്കിന് ഉറുപ്പ മലമ്പുഴയ്ക്ക് ഇറക്കിയിട്ട് അത് കറക്റ്റായിട്ടുള്ള രീതിയിൽ ഇറക്കിയിട്ടുണ്ടോ ചോദിച്ചാൽ അത് എല്ലാവരും കൂടി വന്ന് നോക്കേണ്ടി വരും. ഇവിടങ്ങളിലാണെങ്കിൽ ആദിവാസി മേഖലകളിലാണെങ്കിൽ കുടിവെള്ളമില്ല, തൊഴിലില്ല, പട്ടിണി, സ്വന്തമായ ഭൂമിയില്ലാത്ത ഒട്ടനവധി ആദിവാസി ആയാലും ശരി, അല്ലാത്ത ആൾക്കാരുമാണെങ്കിൽ ഈ മലമ്പുഴയായാലും ശരി, അകത്തേത്തറയായാലും ശരി, പുതുശ്ശേരി ആയാലും ശരി, അട്ടപ്പാടി ആയാലും ശരി, വെറുതെ വികസനം എന്നുള്ളത് ഇവിടെ നിന്ന് ജയിച്ചു പോകുന്ന തമ്പുരാക്കന്മാരായ MP-മാർ പറയും ഞാനവിടെ ആന ചെയ്തു ചേന ചെയ്തു എന്നല്ലാതെ ഇവിടെ ഒരു വികസന പ്രവർത്തനവും നേരിട്ട് വന്നുള്ള ഞമ്മ കാണിച്ചു തരാം. പാലക്കാടിന്റെ ഹൃദയഭാഗത്തായാണ് ടിപ്പു സുൽത്താന്റെ കോട്ട. മൈസൂർ രാജാവായിരുന്ന ഹൈദരാലി 1976 ഈ കോട്ട പണികഴിപ്പിച്ചത്. പിന്നീട് ബ്രിട്ടീഷുകാർ ഈ കോട്ട പിടിച്ചെടുക്കുകയും പുനരുദ്ധാരണം നടത്തുകയും ചെയ്തു. ഇന്ന് ആർക്കിയോളജിക്കൽ സർവേയുടെ നേതൃത്വത്തിലാണ് ഈ കോട്ട സംരക്ഷിക്കുന്നത്. വടിയും കുത്തി അള്ളാപ്പിച്ച മൊല്ലാക്ക പള്ളിമുറ്റത്ത് ഇറങ്ങി നിന്നു. പുക ചേർന്ന പാനീസ് വെള്ളം ഒരു താമരയിലവട്ടം തെളിച്ചു. വീട്ടിലേക്കുള്ള നീണ്ട ചവിട്ടടിപ്പാത ഞാറ്റുപുരയും താണ്ടിയാണ് കടന്നത്. പള്ളിയുടെ പടിക്കൽ മൊല്ലാക്ക വീണ്ടും ഇത്തിരി നിന്നു. ഖസാക്കിന്റെ ഇതിഹാസം പിറന്ന മണ്ണിലാണ് ഇപ്പോൾ ഉള്ളത്, തസ്രാക്കിൽ. രവിയുടെ ഞാറ്റുപുരയാണിത്. ഇപ്പോഴിത് സംരക്ഷിത സ്മാരകമാണ്. സംസ്ഥാന സർക്കാരിന് കീഴിലാണ് ഇത് സംരക്ഷിക്കുന്നത്. ഒ വിജയൻ്റെ ജീവിതത്തിലെ നിരവധി ചിത്രങ്ങൾ ഇവിടുത്തെ ചുവരുകളിൽ നമുക്ക് കാണാൻ കഴിയും. ഇപ്പോൾ സ്ഥിരമായിട്ട് സന്ദർശകരെത്തുന്നുണ്ട്. ഇപ്പോൾ സ്കൂൾ കോളേജുകളിൽ നിന്നുള്ള സ്റ്റഡി ടൂറുകളുണ്ട്. അതുപോലെ തന്നെ എഴുത്തിനെ വായനയെ സ്നേഹിക്കുന്ന പല സ്ഥലങ്ങളിൽ നിന്നുള്ള, എനിക്ക് തോന്നുന്നു പാലക്കാട്ടിൽ നിന്നാണ് കുറച്ച് കുറവ് ആളുകൾ. മറ്റ് ജില്ലകളിൽ നിന്ന് ധാരാളം പേര്, ഇപ്പോൾ തിരുവനന്തപുരം, കൊല്ലം എന്നുള്ള ജില്ലകളിൽ നിന്നെല്ലാം
സ്മാരകം കാണുന്നതിന് വേണ്ടി പാലക്കാട്ടേക്ക് എത്തുന്ന നിരവധി പേരുണ്ട്. സ്മാരകത്തിൽ ആളുകൾ വരുന്നത് ഒവിജനോടുള്ള അദ്ദേഹത്തോടുള്ള ആരാധന കൊണ്ടും ആദരവ് കൊണ്ടും എത്തുന്നവരാണ്. അപ്പോൾ കാണുന്നതിലെല്ലാം ഒവിജനായിരിക്കണം എന്നുള്ളത് കൊണ്ട് തന്നെ കേൾക്കുന്നതിലും ഒവിജനായിരിക്കണം എന്ന് നിർബന്ധമുള്ളത് കൊണ്ടാണ് ഒവിജൻ സ്മാരക സമിതി ഇപ്പോൾ ഈ സ്മാരകത്തിന് ചുറ്റും എവിടെ നടന്ന ഒവിജനെ കണ്ടുകൊണ്ട് നടക്കുമ്പോഴും അദ്ദേഹത്തെ കേട്ടുകൊണ്ട് നടക്കാനുള്ള ഒരു സൗകര്യം കൂടെ സ്മാരകത്തിൽ ഒരുക്കിയിട്ടുണ്ട്. എവിടെ നടന്നാലും ഒവിജൻ സംസാരിക്കുന്ന ശബ്ദം കേട്ടുകൊണ്ട് നമുക്ക് സ്മാരകം കാണാൻ സാധിക്കും. പാലക്കാട് ലോക്സഭാ മണ്ഡലത്തിലെ കൊടുമ്പ് പഞ്ചായത്തിലാണ് ഈ തസ്രാക്കുള്ളത്. തസ്രാക്കിലെ ഓർമ്മകളാണ് ഖസാക്കിൻ്റെ ഇതിഹാസം എന്ന വിഖ്യാത നോവലിൻ്റെ പശ്ചാത്തലമായത്. ഇതിലെ കഥാപാത്രമായ രവി ബസ്സിറങ്ങിയ കൂമൻകാവിൽ നിന്നും യാത്ര തിരിക്കുകയാണ്. 42 ഡിഗ്രി ഭേദിച്ച പാലക്കാടൻ ചൂടിനേക്കാൾ പൊള്ളലുണ്ട് ഇവിടുത്തെ തിരഞ്ഞെടുപ്പ് ചൂടിന്. അത്രയും വീറുറ്റ പോരാട്ടം. പാലക്കാടിന്റെ മണ്ണ് ആരെ തുണയ്ക്കുമെന്ന് കാത്തിരുന്ന് തന്നെ കാണാം. നാടറിഞ്ഞ് നാട്ടാരെ എറിഞ്ഞ് ഒരു ഇലക്ഷൻ യാത്ര അടുത്ത മണ്ഡലത്തിലേക്ക്.